നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലത്തേതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ലാത്ത ഒരു വിപണിയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഇതുവരെയുള്ള സൂചനകൾ അതാണ് തരുന്നത്. കാരണം FIC ഇന്നലെ 10,000 കോടി രൂപക്ക് സെല്ല് നടത്തി. FIC ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചു. HDFC ബാങ്ക് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിൽ ഇന്നലെയും 9% ഇടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റി 130 പോയിൻ്റ് ഓൾറെഡി ഇടിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ മാത്രമാണ് ഇന്നലത്തെ മാർക്കറ്റിൽ നിന്നും വിഭിന്നമായൊരു മാർക്കറ്റ് നമുക്ക് ഇന്ന് കിട്ടാൻ ആയിട്ടുള്ളൊരു സാധ്യത. ആദ്യം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കാം. യെസ്റ്റർഡേ ക്ലോസ് കാണാം. 21,600 റേഞ്ചിൽ നിന്ന് 100 പോയിൻറ്റിലധികം ഇടിഞ്ഞ് 21,470 ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ആക്ച്വലി ഇന്നലെ അത്ര വലിയൊരു കൊളാട്രൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരികയും HDFC ബാങ്ക് ഇടിയുകയും ബാങ്ക് നിഫ്റ്റി ഒരു 2,000 പോയിൻ്റ് ഇടിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ വലിയൊരു കൊളാട്രൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി സ്പോട്ട് 21,600 150 പോയിൻ്റ് ഇൻ്റർവെല്ലിൽ ആണ് ഓരോ കോൺട്രാക്റ്റുകളുള്ളത്. അതായത് 650 700 ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ്, പിന്നെ 800 മേജർ റെസിസ്റ്റൻസ്. കൂടാതെ തന്നെ കോൾ സൈഡിൽ അഗ്രസീവ്ലി കോൾ റൈറ്റിംഗ് ആഡായിട്ടുണ്ട്. പുട്ട് സൈഡിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ 21,000 ഭേദപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. PCR എല്ലാം തന്നെ 0.5 അൾട്രാ ബീറിഷായ രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്കെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് മാറിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പോലെ തന്നെ യുദ്ധം, ഇപ്പോൾ ഇറാൻ പാകിസ്ഥാൻ പോലെയുള്ള പ്രശ്നങ്ങളല്ല കൂടുതൽ റിയാക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ആയിരുന്നെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിവ് വന്നേനെ. ഇന്നലെ ഏറ്റവും താഴേന്ന് നോക്കാം, US വിക്സ് സ്പൈക്കായിട്ടില്ല. 2.5% ഒരു നോർമൽ സ്പൈക്ക് മാത്രമാണ് ഉള്ളത്. US വിക്സ് നിൽക്കുന്നത് 12.13. നാസ്ഡാക്ക് ഒരു ഫ്ലാറ്റ് ഒരു ഇടിഞ്ഞിട്ടുണ്ട് 0.5%. ഡോയോ 0.5% ഇടിഞ്ഞിട്ടുള്ളത്. അതായത് 0.25% മാത്രമാണ് ഡോ ഫ്യൂച്ചർ ഇടിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറോ അതും ഫ്ലാറ്റാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ ബിറ്റ് കോയിനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ യുദ്ധം വരുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയതിന് ഏറ്റവും ടോപ്പിൽ നോക്കാം. ഗോൾഡ് എത്രയാണ്? $2,010 മാത്രമാണ് പെർ ഔൺസ് ട്രേഡ് ചെയ്യുന്നത്. 2,050 ഉണ്ടായിരുന്ന ഗോൾഡാണ് ഉക്രൈൻ റഷ്യ വാർ സമയത്ത്. അപ്പോൾ ആ ഒരു യുദ്ധ സാഹചര്യങ്ങളില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ഫോൾ ഉണ്ടായിട്ടുണ്ട്. 1% അടുത്തൊക്കെ ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കാണാം. HDFC ബാങ്ക് വീണ്ടും ഫർദറായിട്ട് അവിടെ 9% ഒരു ഫോള്. ഡോക്ടർ റെഡ്ഡിയും റിലയൻസും എല്ലാം തന്നെ ഫോളിൽ തന്നെയാണ് ഉള്ളത്. വിപ്രോ 1% ഇടിഞ്ഞു. ICC 2% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. US ടെക്നോളജി കമ്പനീസിൽ ഫേസ്ബുക്ക് ഫ്ലാറ്റ് ആയത് വെച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഗ്രീൻ ക്ലോസിംഗ് ഒന്നും കണ്ടില്ല. ഇന്ത്യയിലൊക്കെ എല്ലാം 2% ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ സിവിയർ ഫോളൊന്നും ഉണ്ടായില്ല. ഇതാണ് FICൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്. അവർ 54% ലോങ് പൊസിഷൻ കുറച്ചു. ഷോർട്ട് പൊസിഷൻ 34 നിന്ന് 46 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള മേജർ കാര്യങ്ങൾ നോക്കാം. റിസൾട്ട് ഇന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട്, ഫിനോലെക്സ്, ഹോം ഫസ്റ്റ് ഫിനാൻസ്, ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ്, ജിൻഡാൽ സ്റ്റൈൽ, മസ്റ്റാക്ക്, മെട്രോ ബ്രാൻഡ്, പോളിക്യാബ്, പൂൻവാല ഫിൻകോർപ്പ്, രാമകൃഷ്ണ ഫോർജിൻ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സുപ്രീം പെട്രോകെമിക്കൽ, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ സോളാർ കമ്പനി, ടാറ്റ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. FIS 10,578 കോടി രൂപയുടെ സെല്ല് നടത്തി. DIS 4,006 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, IPO ഡീറ്റെയിൽസ്, കൂടുതൽ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലെല്ലാം തന്നെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സൺ ഫാർമ കമ്പനി ലീഡിംഗ് ആയിട്ടുള്ള ഫാർമ സെക്ടറുള്ള കമ്പനിയാണ്. ടാരോ ഫാർമയെ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ടാരോ ഫാർമ. ഏകദേശം 2,891 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തിട്ടുണ്ട്. NHPC കമ്പനിയിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്കിൽ നിന്ന് 3.5% വിഹിതം ഗവൺമെൻറ് വിൽക്കുകയാണ് ഓഫർ ഫോർ സെയിലിലൂടെ.
ഇപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഈ നിലവിൽ ട്രേഡ് ചെയ്യുന്ന വിലയിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഗവൺമെൻറ് വിൽക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സൈഡസ് ലൈഫ് സയൻസ് പുതിയ അവരുടെ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഹാപ്പിയസ്റ്റ് മൈൻഡ് കമ്പനി 3.5% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലോക് ഇൻഡസ്ട്രീസ് കമ്പനി ഇത്തവണയും ടെക്സ്റ്റൈൽ കമ്പനിയാണ്, ഇത്തവണയും ലോസാണ്. പക്ഷേ ലോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 249 കോടി രൂപ ലോസ്, ഈ തവണ 229 കോടി രൂപ ലോസ്. സോം ഡിസ്റ്റിലറീസ് കമ്പനി ലീഡിംഗ് ആയിട്ടുള്ള ആൽക്കഹോളിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇന്ത്യയിലെ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 71% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. GPT ഇൻഫ്ര കമ്പനി 267 കോടി രൂപയുടെ ഓർഡർ കിട്ടി. JSW എനർജി കമ്പനി തെലങ്കാനയിൽ അവർ 9,000 കോടി രൂപ മുടക്കി പുതിയ പ്ലാന്റ് അവർ സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. അദാനി എൻ്റർപ്രൈസസ് ബോംബെയിൽ ഏകദേശം ഒരു 50,000 കോടി രൂപയാണ് മഹാരാഷ്ട്രയിൽ അവർ പുതിയ പ്ലാന്റിന് വേണ്ടിയിട്ടൊക്കെ അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബോംബെ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് അവർ ധാരണാപത്രമൊക്കെ സൈൻ ചെയ്തു. HCL ടെക് ഫോക്സ്കോൺ എന്ന് പറയുന്ന ഒരു ചിപ്പ് നിർമ്മാണ കമ്പനി, ഇപ്പോൾ ഇന്ത്യയിലെല്ലാം തന്നെ ആപ്പിൾ ഫോൺ നിർമ്മിക്കുന്നത് ഈ ഒരു ഫോക്സ്കോണാണ്. അപ്പോൾ ഫോക്സ്കോണായിട്ട് HCL ടെക് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ലോയിഡ് മെറ്റൽസ് ഇവർ മുംബൈയിൽ ഒരു വലിയ മേജർ 40,000 കോടി രൂപയുടെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ലോയിഡ് മെറ്റൽസ് അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ ബോംബെ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ധാരണാപത്രം സൈൻ ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റോക്ക് സർവോദ അക്കൗണ്ട് ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറേഴ്സാണ്. അപ്പോൾ അവരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.